നീതിയുടെ ഒരു അവസാനത്തെ അത്താണിയാണ് കോടതി എന്നാണ് സാധാരണക്കാർ അടക്കമുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് നീതി ലഭ്യമാകാതിരിക്കുന്നൊരു കാലം വന്നാൽ അതൊരു രാജ്യത്തിൻ്റെ ഒരു പക്ഷേ കലാപഗ്രസ്തമാക്കി മാറ്റാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു BJP നേതാവ് വധിക്കപ്പെട്ടു. ആ കേസിൻ്റെ വിധി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നു. അപ്പോൾ അതിൽ 15 പ്രതികൾക്ക് വധശിക്ഷ നൽകാനാണ് സെഷൻസ് കോടതി വിധിച്ചത്. അതിനർത്ഥം എന്താ വെച്ചാൽ അത് സംശയാതീതമായിട്ട് തെളിഞ്ഞു. മാത്രമല്ല അത് ബീഭത്സമായിട്ടുള്ളൊരു കൊലപാതകമാണ്. മാത്രമല്ല ഇത് വളരെ കോടതി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണ്. അതിൽ മാത്രമേ കോടതി വിധിക്കുള്ളൂ. മാത്രമല്ല മാസമായിട്ട് ആണ് ഈ വിധി പറയുന്നത്. അപ്പോൾ അവിടെ ഈ കൊലപാതകത്തിന് കാരണമായൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ സുബൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു. അതിന് പ്രതികാരമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നത്. ആ കേസിലാകട്ടെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് കാരണം ആ പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നു. ഇത് നടക്കുന്നത് കേരളത്തിലാണ്. നമുക്കറിയാം ഇതേ ഒരു സീരീസ് ഓഫ് കേസസ് ഈ സമയത്തുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മക്ക മസ്ജിദ് സ്ഫോടനം, അതുപോലെ സംഝോത എക്സ്പ്രസ് സ്ഫോടനമൊക്കെ. ഈ കേസുകളിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന രീതിയിൽ പിടിക്കപ്പെട്ട ഒരാളാണ് സ്വാമി അസീമാനന്ദ. അപ്പോൾ ഈ അസീമാനന്ദയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒരു മലയാളിയായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് കാരവന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി. ഒരു സ്ട്രിങ് ഓപ്പറേഷനാണെന്ന് പറയാം. ഈ ഒരു ഇത് സത്യത്തിൽ എന്തല്ല അവരിങ്ങനെ ഇദ്ദേഹം എന്തെല്ലാമോ വെളിപ്പെടുത്തും എന്നുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ധാരണയിൽ പോയതൊന്നുമില്ല. അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട് അവരെങ്ങനെയിലേക്ക് എത്തുന്നത്. എന്തായാലും അവരെന്ത് ചെയ്തു, ഈ ഒരു കേസിൻ്റെ പിറകിൽ പോകുന്നു. കാരണം നമുക്കറിയാം ഇത് ഈ ബോംബെ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ചുകൂടെ അതിനകത്തൊരു തെളിവുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്രസീവായ കുറച്ച് കാര്യങ്ങൾ കിട്ടുമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഡിസ്ക്ലോഷറുകളാണ് അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളാണ് ഇദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു ഗൗരവമുള്ള കാര്യം വെച്ചാൽ ഞങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിലേക്ക് വിട്ടത് മോഹൻ ഭഗവത് ആണെന്നാണ്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കിടന്നൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ ടീം പുറത്ത് നടക്കേണ്ടതൊക്കെ എന്ത് ചെയ്യും അതുപോലെ നടന്നുകൊള്ളും. അപ്പോൾ ഈ സ്ട്രിങ് ഓപ്പറേഷൻ വലിയ വിവാദമുണ്ടാക്കി. സ്വാഭാവികവും നമ്മളെന്താ കരുതുക, ഇദ്ദേഹം ഉടനെ നിഷേധിക്കുന്നതല്ലേ. എന്നാൽ മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ 164 ഇതനുസരിച്ച് എന്ത് ചെയ്തു, ഇദ്ദേഹം മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു, സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് മൊഴി കൊടുത്തു. പക്ഷേ ആ കേസ് പിന്നീട് കോടതിയിൽ വന്നപ്പോഴെന്ത് ചെയ്തു, ഇദ്ദേഹം അത് നിഷേധിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തെ അടക്കമുള്ളവരെ വെറുതെ വിടുന്നു.